പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റായ കോട്ടയത്ത് തന്നെ മത്സരിക്കുമെന്ന് CF തോമസ്. PJ ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് പാർലമെന്ററി യോഗം ചർച്ച ചെയ്ത് ഏകദേശം ധാരണയിലെത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച തീരുമാനം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷമുണ്ടാകുമെന്ന് PF തോമസ് പറഞ്ഞു. പിന്നെ കോട്ടയമാണ് കേരള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ്. ആ സീറ്റിൽ മത്സരിക്കണമെന്നൊരു താല്പര്യം പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ PJ ജോസഫ് യോഗത്തിൽ പാർട്ടിയുടെ ചെയർമാൻ മാണി സാറിനോടും പാർലമെന്ററി പാർട്ടിയോടും അങ്ങനെ ആവശ്യം ആ യോഗത്തിൽ വെക്കുകയുണ്ടായി. മാണി സാർ ഈ വിഷയം മറ്റു പാർട്ടി നേതാക്കന്മാരോടും ബന്ധപ്പെട്ട മറ്റാളുകളോടും ആലോചിച്ച് ഒരു തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി നടക്കാൻ പോവുകയുമാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇത്രയും കാര്യമാണ്. 3 മണിക്കാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് നടന്നത്. കോട്ടയം ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റല്ലേ, അതിന് യാതൊരു മാറ്റമില്ല. അതേസമയം ജോസഫിന് സീറ്റ് നൽകിയാൽ പാർട്ടി വിടുമെന്ന് മാണി വിഭാഗത്തിലെ ചില നേതാക്കൾ ഭീഷണി മുഴക്കി. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം പുരോഗമിക്കുകയാണ്. പ്രധാനമായും ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? തീർച്ചയായും വലിയൊരു വെല്ലുവിളി തന്നെയാണ് കേരള കോൺഗ്രസിന് മുന്നിലുള്ളത്. ഇന്നു തന്നെ ഇതിലൊരു തീരുമാനമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാമോ? പ്രശാന്തിലേക്ക് മടങ്ങിവരാം. മത്സരിക്കാനുള്ള ആഗ്രഹം താൻ അറിയിച്ചിട്ടുണ്ടെന്നും ശുഭാപ്തി വിശ്വാസമുള്ള ആളാണ് താനെന്നും PJ ജോസഫ് പ്രതികരിച്ചു. പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും. സിക്കിം, അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികളും കമ്മീഷൻ പ്രഖ്യാപിക്കും. രാഷ്ട്രപതി ഭരണം നിലവിലുള്ള ജമ്മു കാശ്മീരിലും തെരഞ്ഞെടുപ്പ് നടത്താൻ സാധ്യതയുണ്ട്. കേരളത്തിൽ ഏപ്രിൽ ആദ്യവാരം വോട്ടിംഗ് എന്നും സൂചന. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. കാത്തിരുന്ന പൊതു തെരഞ്ഞെടുപ്പ് തീയതികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വൈകുന്നേരം 5 മണിക്ക് പ്രഖ്യാപിക്കും. 2014 9 ഘട്ടമായാണ് 543 ലോക്സഭാ സീറ്റുകളിലെ വോട്ടെടുപ്പ് കമ്മീഷൻ നടത്തിയത്. ഇത്തവണ 7 ഘട്ടമായി നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിക്കുന്നു. ഏപ്രിൽ ആദ്യവാരം ആദ്യഘട്ട വോട്ടെടുപ്പിലേക്ക് കടന്ന് മെയ് മധ്യത്തോടെ അവസാനഘട്ട വോട്ടെടുപ്പ്. ഏപ്രിൽ 2ാം വാരത്തിലാകും ഇത്തവണ കേരളത്തിൽ വോട്ടെടുപ്പെന്നാണ് സൂചന. മെയ് മാസത്തോടെ കാലാവധി പൂർത്തിയാക്കുന്ന ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ, സിക്കിം സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പുണ്ടാകും. ഇതിനു പുറമെ രാഷ്ട്രപതി ഭരണം നിലവിലുള്ള ജമ്മു കാശ്മീരിലും തെരഞ്ഞെടുപ്പ് നടത്താനാണ് സാധ്യത. പുൽവാമ സ്ഫോടനത്തെ തുടർന്ന് സംസ്ഥാനത്തുണ്ടായ ക്രമസമാധാന പ്രശ്നങ്ങൾ കമ്മീഷൻ നേരിട്ട് വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നത് മുതൽ രാജ്യത്ത് പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാകിസ്ഥാനിൽ നടത്തിയ വ്യോമാക്രമണം ഗുണം ചെയ്യുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. എന്നാൽ നോട്ടുമാറ്റം, GST, ബലാക്കോട്ട് ആക്രമണത്തിലെ വീഴ്ചകൾ, റഫാൽ അഴിമതി എന്നിവ പ്രതിപക്ഷം ഉയർത്തുന്നു. 44 സീറ്റ് മാത്രം ലഭിച്ച കോൺഗ്രസ് എല്ലാ സിറ്റിംഗ് എംപിമാർക്കും വീണ്ടും അവസരം നൽകിയിട്ടുണ്ട്. മായാവതി, അഖിലേഷ്, മമതാ ബാനർജി, ലാലു പ്രസാദ് യാദവ് തുടങ്ങി UP, ബീഹാർ, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ ശക്തർ BJPയെ പരാജയപ്പെടുത്തിയാൽ വീണ്ടും ഭരിക്കാൻ മോദി സർക്കാരിന് അവസരം ലഭിക്കില്ല. 10 ലക്ഷത്തോളം പോളിംഗ് ബൂത്തുകളാണ് രാജ്യമെങ്ങും സജ്ജീകരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്ഥാനാർത്ഥി നിർണയത്തിനായി സാധ്യതാ പട്ടികയുമായി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ദില്ലിയിലേക്ക് തിരിക്കും. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ അംഗീകരിക്കുന്ന പേരുകൾ ഹൈക്കമാൻഡിന്റെ അനുമതിയോടെ ഈ മാസം 15-ന് പ്രഖ്യാപിക്കും. മുതിർന്ന നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഉമ്മൻചാണ്ടി, VM സുധീരൻ എന്നിവർ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ മത്സരിക്കും. സംസ്ഥാനത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയുമായി മുതിർന്ന നേതാക്കൾ ഇന്ന് ദില്ലിക്ക് പോകും. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ സാധ്യതാ പട്ടിക ചർച്ച ചെയ്യും. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവർ ചേർന്നു നടത്തിയ ചർച്ചയിൽ രൂപം കൊണ്ട സാധ്യതാ പട്ടികയിൽ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, മാവേലിക്കര, കോഴിക്കോട്, കണ്ണൂർ മണ്ഡലങ്ങളിൽ നിന്നും ഓരോ പേരുകൾ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഹൈക്കമാൻഡ് ആവശ്യപ്പെടുകയാണെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഉമ്മൻചാണ്ടി, VM സുധീരൻ എന്നിവരും മത്സരരംഗത്തുണ്ടാകും. ഇവർക്ക് 3 പേർക്ക് മുകളിലും ശക്തമായ സമ്മർദ്ദമാണ് ഉള്ളത്. മുല്ലപ്പള്ളി വടകരയിലും ഉമ്മൻചാണ്ടി ഇടുക്കിയിലും VM സുധീരൻ തൃശൂരിലുമാകും മത്സരിക്കുക.
സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ KC വേണുഗോപാൽ മത്സരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സാധ്യതാ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല. ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാന്റെ പേരിനാണ് പ്രഥമ പരിഗണന. എറണാകുളത്ത് KV തോമസിനൊപ്പം IB ഹീഡന്റെ പേരും പട്ടികയിലുണ്ട്. കാസർഗോഡ് അബ്ദുള്ളക്കുട്ടിയും സുബയ്യ റായി എന്നിവരും, ചാലക്കുടിയിൽ ബെന്നി ബെഹന്നാനും TN പ്രതാപനും, വയനാട്ടിൽ T സിദ്ദിഖും സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്കൊപ്പം PJ കുര്യന്റെ പേരും, ആലത്തൂരിൽ KA തുളസി, രമ്യ ഹരിദാസ് എന്നിവരും സാധ്യതാ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ KC വേണുഗോപാലും പങ്കെടുക്കുന്നുണ്ട്. കമ്മിറ്റി അംഗീകരിക്കുന്ന പേരുകൾ ഹൈക്കമാൻഡിന്റെ അനുമതിയോടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗീകരിക്കും. ഈ മാസം 15-നാകും സംസ്ഥാനത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടാകുക. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വരത്തന്മാർ വേണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ KP വിശ്വനാഥൻ. തൃശൂർ മണ്ഡലത്തിൽ സ്ഥിരമായി പുറത്തുള്ളവർ വരുന്നത് ജില്ലയിലെ നേതാക്കളുടെ ആഗ്രഹങ്ങൾക്കെതിരാണെന്നും KP വിശ്വനാഥൻ. ഗ്രൂപ്പുകളുടെ ആവശ്യങ്ങളും താൽപര്യങ്ങളും ഇത്തവണയും പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ അവസാനമായിട്ട് പറയാണ്, ഈ പുറമെന്ന് നിന്നുള്ള വരുന്നത് ഞങ്ങൾ എൻകറേജ് ചെയ്യുന്നില്ല, വലിയ താല്പര്യമില്ല. എപ്പോഴും അത് നിരന്തരമായിട്ടുണ്ടാകുമ്പോഴോ യാദൃശ്ചികമായിട്ടൊരു പ്രാവശ്യം അങ്ങനെ വരുമ്പോൾ അത് എല്ലാവർക്കും അത് അത്ര കണ്ട് പ്രശ്നം ഉണ്ടാവില്ല. അത് നിരന്തരമായിട്ട് അത് തന്നെ ആവർത്തിക്കപ്പെടുക. അപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ സന്യാസത്തിനല്ലല്ലോ ആളുകൾ പ്രവർത്തിക്കുന്നതിൽ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. പാർലമെൻ്ററി ജനാധിപത്യ സമ്പ്രദായങ്ങളോടത്ത് ജനപ്രതിനിധിയാവണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. അത് പല തട്ടിലായെന്ന് മാത്രം. കോൺഗ്രസ് പൊളിറ്റിക്സിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് ഒരു മുൻതൂക്കം കൊടുക്കുന്ന ഒരു രീതിയാണ്. ഒരു ഗ്രൂപ്പിൻ്റെ ചില പ്രാതിനിധ്യമൊക്കെ അവകാശപ്പെടും അല്ലെങ്കിൽ ആവശ്യപ്പെടും. അത് ഈ പ്രാവശ്യം ഉണ്ടാവും, അത് യാതൊരു സംശയമില്ല. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അന്തിമ തീരുമാനം കൈക്കൊള്ളുക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷമാവുമെന്ന് KM മണി. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് അറിയിക്കും. സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് പോകും മുൻപേ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ പോവുകയാണ്. ഞാൻ പറയാനുള്ളതെല്ലാം സ്റ്റിയറിംഗ് കമ്മിറ്റി കഴിഞ്ഞിട്ട് പറയാം. നിലവിലെ കണക്കുകളും സാഹചര്യങ്ങളും LDFനാണ് അനുകൂലമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. 2014 സാഹചര്യമല്ല തിരുവനന്തപുരത്തെന്നും കോടിയേരി വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷം തയ്യാറാണ്. 14-ാം തീയതിയോടെ ലോക്സഭാ മണ്ഡലം കൺവെൻഷനുകളും 17-ാം തീയതിയോടെ അസംബ്ലി മണ്ഡലം കൺവെൻഷനുകളും 20-ാം തീയതിയോടെ ബൂത്ത് തല കമ്മിറ്റികളും രൂപീകരിക്കുമെന്ന് കോടിയേരി വ്യക്തമാക്കി. LDF സ്ഥാനാർത്ഥി പട്ടിക കണ്ട് ഇരു മുന്നണികളും ആശയക്കുഴപ്പത്തിലാണെന്ന് അദ്ദേഹം പരിഹസിച്ചു. അവരിപ്പോൾ ഞങ്ങളെ സ്ഥാനാർത്ഥി ആരാണോ നോക്കിയിട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ പോകുന്നത്. ആ ദൗർബല്യം ഞങ്ങൾക്കില്ല. LDF സ്ഥാനാർത്ഥികളെ വ്യക്തിഹത്യ ചെയ്യുകയാണ് എതിരാളികളെന്ന് കോടിയേരി ആരോപിച്ചു. ഇപ്പോൾ അവർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചവർക്കെതിരെ അത്തരത്തിലുള്ള വ്യക്തിഹത്യ നടത്തുന്നത് ഇലക്ഷൻ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. അത്തരത്തിൽ ചട്ടവിരുദ്ധമായിട്ട് ക്യാമ്പയിൻ ചെയ്യുന്ന പ്രശ്നം ഇലക്ഷൻ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽ ബന്ധപ്പെട്ടവർ പെടുത്തുന്നതായിരിക്കും. തിരുവനന്തപുരത്തെ ലോക്സഭാ മണ്ഡലത്തിൽ 2014 സ്ഥിതിയല്ല ഇപ്പോഴുള്ളതെന്ന് കോടിയേരി കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ വോട്ടിൽ LDF ആണ് 1-ാം സ്ഥാനത്ത്. പിന്നെ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിങ്ങിൽ LDF ആണ് 1-ാം സ്ഥാനത്ത്. UDF 2-ാം സ്ഥാനത്തും BJP 3-ാം സ്ഥാനത്തുമാണ്. അപ്പോൾ 2014 കണക്ക് വെച്ച് എല്ലാം വിലയിരുത്തേണ്ടത്. 2015-ലും 2016-ലും തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും കണക്ക് നോക്കിയാൽ BJP 3-ാം സ്ഥാനത്താണ്. ഇടതുപക്ഷ മുന്നണിയാണ് 2015-ലും 2016-ലും 1-ാം സ്ഥാനത്ത് വന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LDF പാർലമെന്റ് മണ്ഡലം കൺവെൻഷനുകൾക്ക് ആവേശകരമായ തുടക്കം. പാലക്കാട് പാർലമെന്റ് കൺവെൻഷനോടെയാണ് മണ്ഡലം കൺവെൻഷനുകൾക്ക് തുടക്കമായത്. വ്യാഴാഴ്ച പാർലമെന്റ് മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ നേടിയ മേൽക്കൈ പ്രചാരണ പ്രവർത്തനങ്ങളിലും നിലനിർത്തിക്കൊണ്ടാണ് LDF പാർലമെന്റ് മണ്ഡലം കൺവെൻഷനുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. പാലക്കാട് പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ഇടതുമുന്നണി കൺവീനർ A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷത്തിന്റെയും പ്രാദേശിക പാർട്ടികളുടെയും പിന്തുണയില്ലാതെ BJP ഇതര സർക്കാർ കേന്ദ്രത്തിൽ രൂപീകരിക്കാൻ സാധിക്കില്ലെന്ന് A വിജയരാഘവൻ പറഞ്ഞു. പ്രാദേശിക പാർട്ടികളുടെയും ഇടതുപക്ഷത്തിന്റെയും പിന്തുണയില്ലാതെ ഒരു ഗവൺമെന്റ് മോദിയെ അധികാരഭ്രഷ്ടമാക്കി ഇന്ത്യയിൽ അധികാരത്തിൽ വരില്ലല്ലോ. അതുകൊണ്ട് ആരെങ്കിലും ഡൽഹിക്ക് പോയാൽ പോരാ കേരളത്തിൽ
പോകുന്നവരെല്ലാം ഇടതുപക്ഷക്കാരാണ്. ജില്ലയിലെ ഇടതുമുന്നണി ഘടകകക്ഷി നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുത്തു. MP രാജേഷ് MPയുടെ വികസന രേഖ കൺവെൻഷനിൽ പ്രകാശനം ചെയ്തു. വ്യാഴാഴ്ച പാർലമെന്റ് മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കിയതിനു ശേഷം നിയമസഭാ മണ്ഡലം കൺവെൻഷനുകൾ വിളിച്ചു ചേർക്കും. തുടർന്ന് ലോക്കൽ ബൂത്ത് തല കൺവെൻഷനുകളും നടക്കും. പ്രചാരണത്തിന് തുടക്കം കുറിച്ച പാലക്കാട് മണ്ഡലം സ്ഥാനാർത്ഥി MP രാജേഷ് ജസ്റ്റിസ് ചേറ്റൂർ ശങ്കരൻ നായരെ ചന്ദ്രനഗറിലെ വീട്ടിലെത്തിയും പാലക്കാട് ബിഷപ്പ് മാർ ജേക്കബ് മനത്തോടത്തിനെ ബിഷപ്പ് ഹൌസിലെത്തി കണ്ടും വോട്ടഭ്യർത്ഥിച്ചു. കഴിയാവുന്നത്ര ആളുകളെ കാണാനാണ് ശ്രമം നടത്തുന്നത്. വലിയ പിന്തുണയാണ്, ആത്മവിശ്വാസം നൽകുന്ന തരത്തിലുള്ള പിന്തുണയാണ് ആളുകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ആത്മവിശ്വാസത്തോടെയാണ്, നിറഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് മൂന്നാമതും LDF ഏൽപ്പിച്ച ഈ ചുമതല നിറവേറ്റുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതു മുതൽ ആവേശത്തോടെയാണ് മണ്ഡലങ്ങളിൽ LDF പ്രവർത്തകർ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നത്. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനോടൊപ്പം സിജു കണ്ണൻ. വടകരയിലെ LDF സ്ഥാനാർത്ഥി P ജയരാജൻ കൂത്തുപറമ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പനെ സന്ദർശിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. LDF സ്ഥാനാർത്ഥികൾക്ക് വിജയാശംസകൾ നേർന്ന അനശ്വര രക്തസാക്ഷി അഴീക്കോടൻ രാഘവന്റെ പത്നി മീനാക്ഷി ടീച്ചർ. PK ശ്രീമതി ടീച്ചറും P ജയരാജനും മീനാക്ഷി ടീച്ചറുടെ വീട്ടിലെത്തിയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. കണ്ണൂർ പള്ളിക്കുന്നിലെ അഴീക്കോടൻ ഹൌസിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ധീരനായ പോരാളി അഴീക്കോടൻ രാഘവന്റെ ഓർമ്മചിത്രത്തിന് താഴെയിരുന്നാണ് മീനാക്ഷി ടീച്ചർ ഇടത് സ്ഥാനാർത്ഥികൾക്ക് വിജയാശംസകൾ നേർന്നത്. പ്രായാധിക്യമുണ്ടെങ്കിലും ജ്വലിക്കുന്ന ഓർമ്മകളുടെ ഒളിമങ്ങിയിട്ടില്ല. രാഷ്ട്രീയ കാര്യങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കാറുള്ള മീനാക്ഷി ടീച്ചർക്ക് ഇത്തവണ ഇടതുപക്ഷം വൻ വിജയം നേടുമെന്ന കാര്യത്തിൽ സംശയമില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെ കണ്ണൂരിലെ സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചറും വടകര സ്ഥാനാർത്ഥി P ജയരാജനും മീനാക്ഷി ടീച്ചറെ കാണാനെത്തി. സിമർത്തരെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കട്ടുവനെ നമ്മുടെ നാട്ടിലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള കഴിവും ആയുസ്സും ആരോഗ്യവും അവർക്ക് നൽകട്ടുമോ. അതുകൊണ്ട് അങ്ങനെ ജയരാജേട്ടൻ വിജയിക്കും തന്നെ, തീർച്ചയായും വിജയിക്കും. കൂത്തുപറമ്പ് രക്തസാക്ഷി റോഷന്റെ പിതാവ് KV വാസുവിനെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ചടയൻ ഗോവിന്ദന്റെ കുടുംബാംഗങ്ങളെയും P ജയരാജൻ സന്ദർശിച്ചു. PK ശ്രീമതി ടീച്ചർക്ക് വോട്ടഭ്യർത്ഥിച്ച് കണ്ണൂർ നഗരത്തിലും P ജയരാജന്റെ പ്രചരണാർത്ഥം തലശ്ശേരിയിലും LDF പ്രവർത്തകർ പ്രകടനം നടത്തി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പ്രചാരണ രംഗത്ത് സജീവമായി കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി A പ്രദീപ് കുമാർ. മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെ വീണ്ടും കണ്ടും സ്ഥാപനങ്ങൾ സന്ദർശിച്ചും വോട്ട് അഭ്യർത്ഥിക്കുകയാണ് പ്രദീപ് കുമാർ MLA. ഞങ്ങളുടെ പ്രതിനിധി AK ലതീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു ശേഷം കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി A പ്രദീപ് കുമാർ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളെയും അതേപോലെ തന്നെ സ്ഥാപനങ്ങളും എല്ലാം സന്ദർശിക്കുന്ന ഒരു തിരക്കിലാണ്. ആദ്യ ഞായറാഴ്ച ആയതിനാൽ തന്നെ പ്രധാന വ്യക്തികളെ വീട്ടിലെത്തി സന്ദർശിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. എഴുത്തുകാരി P വത്സലയുടെ വീട്ടിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ വരുന്നത്. ഒരു 3 വർഷത്തോടെ അടുക്കുകയാണ്. ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് എത്തുകയാണ്. എന്താണ് ജനങ്ങളുടെ ഒരു പ്രതികരണം? പ്രത്യേകിച്ച് MLA സ്ഥാനത്ത് നിന്ന് വീണ്ടും MP ആയി മത്സരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അല്ല, തെരഞ്ഞെടുപ്പിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ്, നല്ല പ്രതികരണമാണ് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. മറ്റ് ഈ പറഞ്ഞ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും അങ്ങനെ വരുന്നു. മണ്ഡലത്തിന് പുറത്തുനിന്ന് പോലും അനുകൂലമായ പ്രതികരണം വരുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിട്ടുള്ള ഇലക്ഷനാണ്. കാരണം എന്താ വെച്ചാൽ ഇത് രാജ്യത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷനാണ്. ഒരു മതേതര രാജ്യമായിട്ടുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരത്തിൽ നിന്ന് വർഗീയ ശക്തികൾ അവരെ വലിച്ചെറിയേണ്ട തെരഞ്ഞെടുപ്പാണിത്. അത് നടക്കും. മതേതര കൂട്ടായ്മ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അധികാരത്തിൽ വരും. അപ്പോൾ വരാനിരിക്കുന്ന ഒരു മതേതര സർക്കാരിനെ കൂടുതൽ സുശക്തമാക്കി നിർത്തുന്നതിന് അതിനൊരു ഒലയാത്ത പിന്തുണ കൊടുക്കാൻ പരമാവധി ഇടതുപക്ഷ അംഗങ്ങളുടെ പ്രാതിനിധ്യം പാർലമെൻറ്റിൽ വരണം. അപ്പോൾ അതുകൊണ്ട് വിജയം സുനിശ്ചിതം പറഞ്ഞാൽ അത് നല്ല ഭൂരിപക്ഷത്തോടുള്ള വിജയമാക്കാനാണ് നമ്മൾ നോക്കുന്നത് എന്നതാണ്. കോഴിക്കോട് ആവുമ്പോൾ വികസനം ചർച്ച ചെയ്യപ്പെടും. കാരണം നമ്മളെല്ലാം കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഈ അസംബ്ലി മണ്ഡലാടിസ്ഥാനത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാന തലത്തിൽ അതിന് പുറത്തും ചർച്ച ചെയ്യപ്പെട്ട പദ്ധതികൾ നമ്മുടെ അടുത്തുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു തുടർച്ചയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ ഉയർന്നവരും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ മണ്ഡലത്തിൽ തീർത്തും അനുകൂലമായിരിക്കും. ഈ സോഷ്യൽ മീഡിയൻ്റെ വലിയൊരു കാലമാണ്. അപ്പം പ്രത്യേകിച്ച് യുവാക്കളൊക്കെ ഈ സോഷ്യൽ മീഡിയ വല്ലാതെ ഉപയോഗിക്കുന്നുണ്ട്. അത്തരത്തിൽ സോഷ്യൽ മീഡിയയൊക്കെ ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചരണം കൂടി പ്രതീക്ഷിക്കണ്ടേ? തീർച്ചയായിട്ടും അതിന് പ്രത്യേക സംവിധാനം നമുക്കുണ്ട്. സോഷ്യൽ മീഡിയയിൽ നമ്മളെല്ലാവരും ഉണ്ട്. നമ്മൾ വളരെ ലൈവാണ് സോഷ്യൽ മീഡിയയിൽ. നമ്മൾ മാത്രമല്ല നമ്മുടെ ഇപ്പം എല്ലാം പൊതുപ്രവർത്തകരൊക്കെ വളരെ സജീവമായിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് ഇപ്പം നമ്മൾ ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് കുറച്ചുകൂടെ നന്നായി ചെയ്യും. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട്.
വളരെ തുടക്കം വളരെ നല്ല നിലയിൽ തന്നെ പ്രചാരണ പ്രവർത്തനങ്ങളുമായി പ്രദീപ് കുമാർ മുന്നോട്ട് പോവുകയാണ്. പരമാവധി ആളുകളെ ആദ്യഘട്ടത്തിൽ തന്നെ നേരിട്ട് കാണുക, അവരുടെ വോട്ട് ഉറപ്പിക്കുക, വോട്ട് അഭ്യർത്ഥിക്കുക. അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലമായ കോഴിക്കോട് നോർത്തിൽ തന്നെയാണ് ആദ്യ ദിവസം അദ്ദേഹം പ്രചരണത്തിനായി തെരഞ്ഞെടുത്തത്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ ഇക്ബാൽ വട്ടക്കുളത്തിനൊപ്പം AK ലതീഷ്. റാന്നി നാരായണമൂഴി സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ CPIM നേതൃത്വം നൽകിയ സഹകരണ മുന്നണിക്ക് ചരിത്ര വിജയം. മത്സരിച്ച മുഴുവൻ സീറ്റുകളിലും വൻ ഭൂരിപക്ഷത്തോടെയാണ് സഹകരണ മുന്നണി സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുക്കപ്പെട്ടത്. റാന്നി നാരായണമൂഴി സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലാണ് CPIM നേതൃത്വം നൽകിയ സഹകരണ മുന്നണി ചരിത്ര വിജയം കരസ്ഥമാക്കിയത്. മത്സരിച്ച 13 സീറ്റുകളിലും സഹകരണ മുന്നണി സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ടു. BJPയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള പാനലുകളെയാണ് ഇടതുപക്ഷ സഹകരണ മുന്നണി സ്ഥാനാർത്ഥികൾ തറപറ്റിച്ചത്. ചരിത്ര വിജയത്തെ തുടർന്ന് പ്രവർത്തകർ നഗരത്തിൽ ആഹ്ലാദ പ്രകടനവും യോഗവും നടത്തി. യോഗം CPM ഏരിയ സെക്രട്ടറി PR പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അതേസമയം ശബരിമല സമരത്തെ ചൊല്ലുള്ള ആശയക്കുഴപ്പത്തിനിടെ സമരകേന്ദ്രമായ പത്തനംതിട്ടയിലെ ഉപതെരഞ്ഞെടുപ്പിലെയും സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലെയും ദയനീയ തോൽവി BJP ജില്ലാ നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ഉയർത്തിക്കാട്ടി വോട്ട് നേടാൻ കഴിയുമെന്ന BJPയുടെ പ്രതീക്ഷകൾക്കാണ് ഇതോടെ തിരിച്ചടിയായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ 5ാമത്തെ വെൽത്ത് മാനേജ്മെന്റ് ഹബ്ബ് തൃശൂരിൽ പ്രവർത്തനം തുടങ്ങി. SBI തിരുവനന്തപുരം സർക്കിൾ ചീഫ് ജനറൽ മാനേജർ S. വെങ്കിട്ടരാമൻ ഹബ്ബ് ഉപഭോക്താക്കൾക്കായി തുറന്നുകൊടുത്തു. രാജ്യത്തെ 34 നഗരങ്ങളിലായി SBI വെൽത്ത് 109 ശാഖകൾ ഇതിനോടകം തുറന്നിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് SBIയിൽ തന്നെ വൈവിധ്യമാർന്ന മെച്ചപ്പെട്ട നിക്ഷേപ അവസരങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് SIBI വെൽത്ത് ഹബിന്റെ ലക്ഷ്യമെന്ന് CGM S. വെങ്കിട്ടരാമൻ പറഞ്ഞു. എഴുത്ത് ജീവിതത്തിൽ 70 ആണ്ട് പിന്നിടുന്ന കഥാകാരൻ T. പത്മനാഭന് മാതൃഭൂമി ആദരമർപ്പിച്ചു. കോഴിക്കോട് നടന്ന പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ദിവസം നീണ്ടുനിന്ന പരിപാടിയിൽ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സംബന്ധിച്ചു. ചടങ്ങിൽ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ആരോഗ്യമന്ത്രി KK ശൈലജയുടെ പ്രതിരോധത്തിന്റെ ദിനങ്ങൾ പാഠങ്ങൾ എന്ന പുസ്തകം മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. T. പത്മനാഭൻ പുസ്തകം ഏറ്റുവാങ്ങി. നിപ കാലത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിവരിക്കുന്നതാണ് പുസ്തകം. മന്ത്രി KK ശൈലജ, MP വീരേന്ദ്രകുമാർ MP, M. മുകുന്ദൻ, ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്ത് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. പ്രിസം പദ്ധതിയുടെ ഭാഗമായി പുതുക്കിയ കാരപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. A. പ്രദീപ് കുമാർ MLA ആവിഷ്കരിച്ച ഈ പദ്ധതിയിൽ 10 സ്കൂളുകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോഴിക്കോട് നോർത്ത് അസംബ്ലി മണ്ഡലത്തിലെ സ്കൂളുകളിൽ A. പ്രദീപ് കുമാർ MLA ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന വിദ്യാഭ്യാസ വികസന പദ്ധതിയാണ് പ്രിസം. ബഹുമുഖ ഇടപെടലിലൂടെ വിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുക എന്നതാണ് പ്രിസത്തിന്റെ കാഴ്ചപ്പാട്. പ്രിസം പദ്ധതിയുടെ 10ാം വാർഷികത്തിൽ മണ്ഡലത്തിലെ 10 സ്കൂളുകളിൽ പദ്ധതി വ്യാപിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. നടക്കാവ് ഗേൾസ് സ്കൂളിന് ശേഷം രണ്ടാമതായി അടിസ്ഥാന സൗകര്യ വികസനം പൂർത്തിയാക്കുന്നത് കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. 12 കോടിയിൽ പരം രൂപ ചെലവിൽ സ്കൂളിനെ പൂർണ്ണമായും പുതുക്കിപ്പണിയുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് 3 ഘട്ടങ്ങളിലായി കാരപ്പറമ്പിൽ നടന്നത്. പൂർണ്ണമായും പുതുക്കിപ്പണിത വിദ്യാലയം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ആയ A. പ്രദീപ് കുമാറിന്റെ നേതൃപാഠവുമാണ് നാടിന്റെ കാര്യങ്ങളിലുള്ള അങ്ങേയറ്റത്തെ താല്പര്യവും ജാഗ്രതയും തുടർച്ചയായുള്ള ശ്രമവും എല്ലാം കൂടി ചേർന്നുള്ളതാണ്. അതേസമയം എല്ലാ മേഖലകളെയും ഒന്നിപ്പിച്ച് അണിനിരത്താനുള്ള അദ്ദേഹത്തിൻ്റെ പാഠവും എല്ലാം കൂടി ചേർന്നപ്പോഴാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ കമനീയ കെട്ടിട സമുച്ചയം യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്കായുള്ള പ്രത്യേകം ബ്ലോക്കുകളുടെ നിർമ്മാണം, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമുള്ള ശൗചാലയങ്ങൾ, മികച്ച സയൻസ് ലബോറട്ടറികൾ, കമ്പ്യൂട്ടർ ലാബ്, 2 നിലയിലുള്ള ലൈബ്രറി കെട്ടിടം, ആംഫി തിയേറ്റർ, ഓപ്പൺ സ്റ്റേജ്, സന്ദർശകർക്കുള്ള ലോഞ്ച്, ചുറ്റുമതിൽ തുടങ്ങി സൗകര്യവും സൗന്ദര്യവും ഒത്തിണങ്ങും വിധത്തിലാണ് സ്കൂളിന്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.